ആദരണീയായ മുഖ്യാതിഥികളെ, എൻ്റെ സഹപ്രവർത്തകരായ പ്രസിഡന്റ്, ട്രഷറർ ഉൾപ്പെടെ ഇന്ന് കേരള സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ അവിസ്മരണീയമായ 100ാം ജന്മദിന ആഘോഷവേളയിൽ നിങ്ങളൊപ്പുള്ളൂ. എറണാകുളം കരയോഗത്തെ സംബന്ധിച്ച് പൂർവികരുടെ ഏറ്റവും പുണ്യമായ അനുഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്തിന് അനുസൃതമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ നിലകളും എത്തിയിട്ടുള്ളത് ഗുരുസ്മരണകൾ കൊണ്ട് മാത്രമാണ്. വേദിയിൽ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത്രയും പ്രൗഢ ഗംഭീരമായ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും വേണുചേട്ടനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഈ നഗരത്തിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ ഒരു നൂറ്റാണ്ടോളമായി സജീവമായി ഇടപെടുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന മഹാപ്രസ്ഥാനമായ എറണാകുളം കരയോഗത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൽ എനിക്ക് പങ്കെടുക്കാനായതിൽ അതിയായ സന്തോഷമുണ്ട്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് ഇക്കാലത്തേറെ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നാൽ എറണാകുളം കരയോഗത്തിൻ്റെ ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനങ്ങളുടെ ഈ ഉദ്ഘാടന വേദി കാണുമ്പോൾ മനുഷ്യരുണ്ടാക്കിയ എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി സ്നേഹമെന്ന ചരടിൽ കോർത്തിണക്കിയ വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളെ കാണുമ്പോൾ സത്യത്തിൽ നമ്മുടെ മനസ്സ് നിറയുകയാണ്. ഇത് എറണാകുളം കരയോഗം ഒരു നൂറ്റാണ്ട് കൊണ്ട് പടുത്തുയർത്തിയ സാംസ്കാരിക അവബോധത്തിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കേരളം എന്നും ഭാരതത്തിനും ലോകത്തിനും മാതൃകയായി പല നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ട്. നാട് പ്രളയത്തിലും കോവിഡ് മഹാമാരിയിലുമൊക്കെ അകപ്പെട്ടപ്പോൾ മനുഷ്യരെ ഒന്നിച്ച് അണച്ച് പിടിച്ച് മാതൃക കാട്ടിയ മലയാളികളുടെ മനസ്ഥിതിയുടെ ജീവിക്കുന്ന ഉദാഹരണമായിട്ടാണ് ഞാൻ എറണാകുളം കരയോഗത്തെ കാണുന്നത്. 100 വർഷം കൊണ്ട് ഒരു സംഘടന പ്രവർത്തിക്കുക എന്നതും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഊന്നിക്കൊണ്ട് ഈ കാലഘട്ടത്തിലും സജീവമായി നിലനിൽക്കുക എന്നതും അഭിമാനിക്കാവുന്നൊരു നേട്ടം തന്നെയാണ്. എറണാകുളം കരയോഗത്തെ പറ്റിയുള്ള നാൾ വഴികളിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ ഇതിൻ്റെ ആദ്യകാലം മുതൽ തന്നെ സേവനത്തിന് നൽകിപ്പോന്ന മുൻതൂക്കം ബോധ്യപ്പെട്ടതാണ്. എറണാകുളം കരയോഗത്തിൻ്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിന് എന്നെ ക്ഷണിച്ചുള്ള നന്ദി ഭാരവാഹികളെ ഒന്നുകൂടി ഞാൻ അറിയിക്കുന്നു. ഇനി ഏറെക്കാലം ഇത്തരം നന്മകൾ ചെയ്തുകൊണ്ട് മാതൃകയായി തുടരാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയട്ടെ. അതിൽ ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഫ്രറ്റേണിറ്റിക്ക്, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ എല്ലാവരും ചേർന്ന് ആലോചിക്കേണ്ടതാണ്. ഞാനും അതിനെക്കുറിച്ച് ശ്രദ്ധാലുവാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നല്ല സായാഹ്നം ആശംസിച്ചുകൊണ്ട് എറണാകുളം കരയോഗത്തിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഈ സംഘടനയ്ക്കായി ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രാർത്ഥന, സ്നേഹം, നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.